തലയോലപ്പറമ്പ് AJ ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1966 സ്വാതന്ത്ര്യസമര സേനാനിയും തിരുവനന്തപുരം കൊച്ചി മുഖ്യമന്ത്രിയും മദ്രാസ് ഗവർണറുമായിരുന്ന മഹാനായ AJ ജോണിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കപ്പെട്ട വിദ്യാലയം. സ്ഥാപിക്കപ്പെട്ട വർഷം മുതൽ ഇന്നുവരെയും ആ മഹത് വ്യക്തിയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും എന്നും ഒന്നാമത് നിൽക്കുന്നു ഈ സ്കൂൾ. ഒരു വിദ്യാലയത്തിന്റെ മികവിന് നേർക്കാഴ്ച ആ സ്ഥാപനത്തിന്റെ റിസൾട്ടാണ്. റിസൾട്ടിന്റെ കാര്യത്തിൽ ഓരോ വർഷവും മികവിന്റെ പടികൾ കുതിച്ചു കയറുകയാണ് AJ ജോൺ സ്കൂൾ. വിജയ ശതമാനത്തിലും A+കളുടെ എണ്ണത്തിലും കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച സർക്കാർ സ്കൂൾ എന്ന പേര് സ്വന്തമായുള്ള ഈ സ്ഥാപനം 2024 വർഷം സ്വപ്നതുല്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2022 19 ഫുൾ A+ഉം 2023 20 ഫുൾ A+ഉമായി ജില്ലയിൽ ഒന്നാമതെത്തിയപ്പോൾ 2024 A+കളുടെ എണ്ണം 35 ഉയർത്തി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സർക്കാർ സ്കൂളുകളുടെ പട്ടികയിലേക്ക് AJ ജോൺ ഉയർന്നിരിക്കുകയാണ്. 35 A+ കൂടാതെ 13 5 A+ഉം ഈ സ്കൂളിലെ മിടുക്കുകൾ കരസ്ഥമാക്കി. 96% വിജയവും 35 A+ഉമായി ഈ മേഖലയിലെ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഒന്നാമതാണ് ഈ സ്കൂൾ. സയൻസ് വിഭാഗത്തിൽ 1200-ൽ 1193 മാർക്ക് നേടി നിരഞ്ജന ഒന്നാമതെത്തിയപ്പോൾ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ഷഹാന സമീർ 1200-ൽ 1166 മാർക്ക് നേടി സ്കൂളിന്റെ അഭിമാനമായി. കൂടാതെ ഹ്യൂമാനിറ്റീസ് വിഭാഗം വിജയ ശതമാനത്തിൽ ജില്ലയിൽ തന്നെ ഒന്നാമതാണ്. ആകെ പരീക്ഷ എഴുതിയ കുട്ടികളിൽ 65% കുട്ടികളും 90%-ത്തിലധികം മാർക്കും നേടിയാണ് വിജയിച്ചത് എന്നത് ഈ സ്കൂളിന്റെ ഉന്നത നിലവാരം വിളിച്ചോതുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള എൻട്രൻസ് അധിഷ്ഠിത പഠന രീതി ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ്. സയൻസ് വിഭാഗം കുട്ടികൾക്ക് നീറ്റ് JEE ഓറിയന്റഡ് ക്ലാസുകളും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ കുട്ടികൾക്ക് CUET സിവിൽ സർവീസ് ഓറിയന്റഡ് ക്ലാസുകളും നൽകി വരുന്നു. ഓരോ വർഷവും ഈ സ്കൂളിൽ നിന്ന് കുറഞ്ഞത് ഒരു കുട്ടിയെങ്കിലും MBBS അഡ്മിഷൻ നേടുന്നു എന്നത് മറ്റൊരു സ്കൂളിനും നേടിയെടുക്കാനാവാത്ത നേട്ടം തന്നെയാണ്. 2021-22 വർഷം MBBS വിദ്യാർത്ഥികളുടെ സ്വപ്ന സ്ഥാപനമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിൽ MBBS അഡ്മിഷൻ നേടി ആൻമരിയ ചരിത്രം കുറിച്ചപ്പോൾ 2022-23 കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ നേടിയ നിരഞ്ജനയും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ നേടി ഷെർവിൻ ഫാത്തിമയും സ്കൂളിന് അഭിമാനമായി. +2 പഠനത്തോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ കുട്ടികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്. നീറ്റ് JEE തുടങ്ങിയ പരീക്ഷകളിൽ മികവാർന്ന പ്രകടനമാണ് AJ ജോണിലെ കുട്ടികൾ കാഴ്ചവെക്കുന്നത്. 2023 എയിംസിൽ MBBS അഡ്മിഷൻ നേടിയ ആത്മരിയ, കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ നിരഞ്ജന ഷെർവിൻ ഫാത്തിമ, കൃഷ്ണ K ബോബി എന്നിങ്ങനെ 4 പ്രതിഭകളാണ് കഴിഞ്ഞ 2 വർഷങ്ങളായി MBBS അഡ്മിഷൻ നേടിയെടുത്തത്. ഈ സ്കൂളിൽ നിന്നും എയിംസ് മധുരയിൽ അഡ്മിഷൻ നേടിയ ആൻമരിയ പുതിയ +1 കൂട്ടുകാരോട്. ഹായ്, എൻ്റെ പേര് ആൻമരിയ. ഞാൻ AJ ജോൺ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ പഠിക്കുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മധുരയിലാണ്. ഞാൻ 7th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ AJ ജോണിലാണ് പഠിച്ചത്. 2021 +2 പഠനത്തോടൊപ്പം തന്നെ എനിക്ക് നീറ്റ് ക്ലിയർ ചെയ്യാൻ സാധിച്ചതിൽ AJ ജോൺ ഗവൺമെൻറ് സ്കൂളിനും അവിടുത്തെ ടീച്ചേഴ്സിനും വലിയൊരു പങ്കുണ്ട്. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മാർക്ക് കുറച്ച് കുറയുവാണെങ്കിൽ ടീച്ചേഴ്സ് വന്നിട്ട് ചോദിക്കും എന്താണ് മാർക്ക് കുറഞ്ഞു പോയത് എന്ന് പറഞ്ഞ് എങ്ങനെയാണത് കറക്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. സോ അതൊക്കെ പെർസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നല്ലൊരു സ്വപ്നം ഉണ്ടാക്കുക, അതിനുവേണ്ടി നല്ലപോലെ കഠിനാധ്വാനം ചെയ്യുക. ടീച്ചേഴ്സ് ഡെഫിനറ്റായി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. MBBS അഡ്മിഷൻ പോലെ കഠിനമായ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്ന മറ്റൊരു പ്രതിഭയാണ് ശ്രീലക്ഷ്മി MT. 2024 JEE എൻട്രൻസ് പരീക്ഷ പാസ്സായി NIT അഡ്മിഷൻ നേടിയെടുത്ത ശ്രീലക്ഷ്മി +2 പഠനത്തോടൊപ്പം ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു കവിതാ സമാഹാരം അൺകവറിംഗ് ലൈഫ് എന്ന പേരിൽ ഈ സ്കൂളിൽ നിന്നും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കൂടാതെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇംഗ്ലീഷ് ഉപന്യാസത്തിൽ A ഗ്രേഡ് നേടുകയും ചെയ്തു. ശ്രീലക്ഷ്മിക്ക് പുതിയ കൂട്ടുകാരോട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഹലോ എവ്രിവൺ, എൻ്റെ പേര് ശ്രീലക്ഷ്മി MT.
ഞാൻ 2023 അധ്യയന വർഷത്തിൽ എ.ജെ. ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1199 മാർക്കോടെ എന്റെ +2 പഠനം പൂർത്തിയാക്കി. അതിനുശേഷം എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആയ ജെഇ മെയിൻസിൽ ഒരു നല്ല പെർസെന്റേജ് കരസ്ഥമാക്കി NIT IIIT പോലുള്ള ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടാൻ എനിക്ക് സാധിച്ചു. ഇതിനെല്ലാം എനിക്ക് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും വളരെയധികം സപ്പോർട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു എവറി വൺ ഓഫ് ദം. ഇതല്ലാതെ മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്താനുള്ള ഒരുപാട് അവസരങ്ങളും അതിന് വേണ്ട സപ്പോർട്ടും എനിക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ചിരുന്നു. എടുത്തു പറയാനുള്ളത് എനിക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചു എന്നതാണ്. അൺകവറിംഗ് ലൈഫ് എന്ന പേരിൽ ഞാൻ എഴുതിയ കുറച്ച് കവിതകളുടെ ഒരു കളക്ഷൻ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ വെച്ച് തന്നെയായിരുന്നു പ്രകാശനം ചെയ്തത്. അപ്പോൾ എന്റെ എല്ലാ ടീച്ചേഴ്സും ഫ്രണ്ട്സും എന്നെ ഒരുപാട് ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് സംസ്ഥാന കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയും ഇംഗ്ലീഷ് ഉപന്യാസത്തിൽ A ഗ്രേഡ് നേടാനും എനിക്ക് സാധിച്ചു. അപ്പോ എനിക്ക് എന്റെ +1 +2 കാലഘട്ടം ഒരുപിടി ഓർമ്മകളും അനുഭവങ്ങളും തന്ന ഒരു 2 നല്ല വർഷങ്ങളായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെ ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോ സ്കൂളിൽ പുതുതായിട്ട് വന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പഠനത്തിനെ പറ്റിയോ അല്ലെങ്കിൽ സ്കൂളിനെ പറ്റിയോ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒന്നും കാര്യമില്ല. You are at the right place and make the best use of every opportunity that comes your way. All the best and thank you. ഈ സ്കൂളിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നമ്പർ 1 കോളേജായ മിറാൻഡ ഹൗസ് കോളേജിൽ മെറിറ്റിൽ അഡ്മിഷൻ നേടിയെടുത്തതും കേരളത്തിലെ എല്ലാ പ്രമുഖ കോളേജുകളിലും അഡ്മിഷനിൽ ആദ്യത്തെ 5 റാങ്കുകളിൽ എ.ജെ. ജോൺ സ്കൂളിലെ ഒരു കുട്ടിയുണ്ടാകുമെന്നതും അഭിമാനം തരുന്ന യാഥാർത്ഥ്യമാണ്. ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിക്കുന്ന അധ്യാപന രീതിയും കുട്ടികൾ തന്നെ വികസിപ്പിച്ചെടുത്ത ഗ്രൂപ്പ് സ്റ്റഡിയും പഠന മേഖലയിൽ ഉയർന്ന നിലവാരം നിലനിർത്താൻ സ്കൂളിനെ സഹായിക്കുന്നു. ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലെല്ലാം തുടർച്ചയായി എ.ജെ. ജോണിലെ മിടുക്കികൾ അഡ്മിഷൻ നേടിയെടുത്ത് പഠനം നടത്തുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാത്രം 5 മിടുക്കികളാണ് അഡ്മിഷൻ നേടിയെടുത്തത്. അവരിൽ ഒരാളായ ശ്രീലക്ഷ്മി ഡൽഹിയിലെ നമ്പർ 1 റാങ്ക്ഡ് കോളേജായ മിറാൻഡ ഹൗസ് കോളേജിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുന്നു. ഹായ് ഹലോ, ഞാൻ ശ്രീലക്ഷ്മി. ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാനിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാൻഡ ഹൗസ് എന്ന ഇന്ത്യയിലെ നമ്പർ 1 കോളേജിൽ നിന്നും പാസ് ഔട്ട് ആയിരിക്കുകയാണ് ഈ വർഷം. ഞാൻ ഇത്ര വലിയ ഇന്ത്യയിലെ നമ്പർ 1 കോളേജിലെത്താൻ എത്തിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആൻഡ് ഇവിടെ എത്താൻ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സ്കൂളിലെ ഫാക്കൽറ്റി മെമ്പേഴ്സും ഒക്കെയാണ്. ആൻഡ് എൻ്റെ സ്കൂളായ എ.ജെ. ജോൺ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻവയൺമെൻറ്റും ടീച്ചേഴ്സും അവരുടെ സപ്പോർട്ടും എല്ലാം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി എ മെമ്പർ ഓഫ് എ.ജെ. ജോൺ സ്കൂൾ. താങ്ക് യു. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര മേഖലയിലും എ.ജെ. ജോൺ മികവിന്റെ കേന്ദ്രം തന്നെയാണ്. കേരള സർക്കാർ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തിയ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ കോട്ടയം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു എ.ജെ. ജോൺ. കേരളത്തിലെ എല്ലാ സ്കൂളുകളോട് മത്സരിച്ച് ആ ഷോയിലെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്കൂളിലെ ആമിന മെഹജബിൻ എന്ന പ്രതിഭയായിരുന്നതിൽ ഞങ്ങൾ ഒന്നടങ്കം അഭിമാനിക്കുന്നു. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലേക്ക് അടുത്ത വ്യക്തിഗത പുരസ്കാരം കോട്ടയം ജില്ലയിലെ AJJM GHSS തലയോര പറമ്പിൽ നിന്നും ആമിന മെഹജബിൻ. റസ്കിൻ ബോണ്ടിന് നല്ലൊരു പാഠമുണ്ട്. ഞങ്ങൾ ബഷീറിന്റെ നാട്ടിലെ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ബഷീർ വന്നൊരു ശരിക്കും ഒരു ഫീലിംഗ് ആണ്. ഏത് രീതിയിലാണ് നിങ്ങൾ ടൗണിലൊക്കെ പോയിട്ട് ലഹരി വിരുദ്ധ പരിപാടി നടത്തിയേ? നിങ്ങൾക്ക് അറിയില്ലേ, അതൊക്കെ ഒരു വലിയ കഥയാ. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഹരിത വിദ്യാലയം വിന്നർ ആമിന മെഹജബിൻ സംസാരിക്കുന്നു. ഹായ്, എൻ്റെ പേര് ആമിന മെഹജബിൻ. എനിക്ക് നിങ്ങളുടെ നെർവസ്നെസ്സും പിന്നെ എന്തൂസിയാസും പലതൊക്കെ ഇതിന് ഫീൽ ചെയ്യാൻ പറ്റുന്നു കേട്ടോ. ബിക്കോസ് 2 വർഷം മുമ്പ് ഞാൻ നിങ്ങളുടെ അതേ പ്ലേസിലായിരുന്നു. ഇപ്പോൾ ആ വർഷം ഭയങ്കര സില്ലി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അന്ന് അതിൻ്റെ എന്താ നടക്കാൻ പോകുന്നത്? ബിക്കോസ് എല്ലാവരും പറയുമല്ലോ മോസ്റ്റ് ക്രൂഷ്യൽ ഇയേഴ്സ് ഓഫ് ലൈഫാണ് ഇത് 2 ഈ 2 +1 +2.
you can build your career or ruin your career അങ്ങനെയൊക്കെ പറയുന്നത്. And they are absolutely right, you can. But I can assure you one thing, that you guys are one of the most safest hands. നിങ്ങളൊക്കെ പ്രോപ്പർ ഗൈഡൻസ് അക്കാഡമിക്കലി ആയാലും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ആയാലും ഇപ്പോൾ ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് the teachers who act like your parents. And somewhere along ഈ 2 വർഷത്തെ ജേർണിയിൽ ജിയോൺ just became my second home. And I spent so much hours there. കുറേ മെമ്മറീസ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം. I remember ഞങ്ങൾ +1 ഞാൻ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലൊക്കെ. And the sort of support and guidance I got from the school, because പഠിത്തത്തിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി കൊണ്ട് ഇച്ചിരി പാടാണ് നമുക്ക് കൂടുതൽ ടൈം ഫോക്കസ് ചെയ്യാനൊക്കെ വരുമ്പം. ബട്ട് അതിനൊക്കെ പ്രോപ്പർ ഗൈഡൻസും ക്ലാസ്സസ്, എക്സ്ട്രാ ക്ലാസ്സൊക്കെ തന്നത്. And that is the thing in H-Down. Every day you guys are not going to be like, oh, just പഠിക്കുക and whatever. You guys are going to have one of the best time of your life. And yeah, all the best. ഈ വർഷം കലാകായിക മത്സരങ്ങളിൽ AJ ജോൺ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചത്. 5 കുട്ടികൾ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. കരാട്ടയിൽ അഭിലാമി കരേഷ് സംസ്ഥാനത്ത് 3ാം സ്ഥാനം നേടിയപ്പോൾ ആമിന ഫർഹാന അത്ലറ്റിക്സിലും ഐശ്വര്യ മനോജ് തായ്ക്കൊണ്ടയിലും അലിജ അശോകൻ ഫുട്ബോളിലും പാർവതി അജിത് കരാട്ടയിലും സംസ്ഥാന തലത്തിൽ മത്സരിച്ച് സ്കൂളിന്റെ യശസ് വാനോളമുയർത്തി. കൂടാതെ സബ് ജില്ലാ, ജില്ലാതല കലോത്സവങ്ങളിൽ ഇംഗ്ലീഷ് സ്കിറ്റ്, ഒപ്പന, തിരുവാതിര, സംഘനൃത്തം തുടങ്ങിയ ഗ്രൂപ്പ് ഇനങ്ങളിലും അനവധി വ്യക്തിഗത ഇനങ്ങളിലും ഈ സ്കൂളിലെ കുട്ടികൾ സമ്മാനങ്ങൾ കരസ്ഥമാക്കി. തികച്ചും മത്സരാധിഷ്ഠിതമായ ഹയർ സെക്കൻഡറി പഠന മേഖലയിൽ കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും കൗൺസിലിംഗിലൂടെ അവരുടെ പഠന സമ്മർദ്ദം കുറയ്ക്കുവാനുമായി അധ്യാപിക ബിൻസി കുര്യന്റെ നേതൃത്വത്തിൽ സൗഹൃദ ക്ലബ്ബും +2 പഠനത്തോടൊപ്പം തന്നെ ഭാവിയിൽ എന്ത് പഠിക്കണം, ജോലി സാധ്യതകൾക്കുള്ള കോഴ്സുകൾ ഏതൊക്കെ, ഓരോ കുട്ടിയുടെയും അഭിരുചികൾ കണ്ടറിഞ്ഞ് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി അധ്യാപകൻ ജിൻസ് MJയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് സെല്ലും കുട്ടികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നേതൃത്വ വാസനയുള്ള കുട്ടികളാക്കി മാറ്റാൻ സഹായിക്കുന്ന നാഷണൽ സർവീസ് സ്കീം എന്ന സംഘടന അധ്യാപിക ശ്രീലേഖ MRന്റെ നേതൃത്വത്തിലും ഈ സ്കൂളിൽ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ നേച്ചർ ക്ലബ്, സോഷ്യൽ സയൻസ് ക്ലബ്, ഒറേറ്ററി ക്ലബ്, ക്വിസ് ക്ലബ്, ഫിലിം ക്ലബ്, ഇംഗ്ലീഷ് ക്ലബ് തുടങ്ങിയവയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുവാനും അതിലൂടെ അവരുടെ സർഗവാസനകൾ പുറത്തെടുക്കുവാനും അവസരം നൽകുന്നു. വ്യത്യസ്ത ദിനാചരണങ്ങളിൽ കലാപരിപാടികൾ നടത്തുവാനും വിനോദയാത്ര, ഫീൽഡ് ട്രിപ്പ് എന്നിവയും എല്ലാ വർഷവും നടത്തിവരുന്നു. കുട്ടികളുടെ മനോഹരമായ കലാപരിപാടികൾ മാതാപിതാക്കൾക്ക് കൂടി കാണുന്നതിനായി പറക്കം എന്ന യൂട്യൂബ് ചാനലും കഥകളും കവിതകളും പ്രസിദ്ധീകരിക്കുന്നതിനായി എഴുത്തരങ്ങ് എന്ന ഓൺലൈൻ ബ്ലോഗും ഇവിടെ സജ്ജമാണ്. കൂടാതെ സയൻസ് ക്ലബ് ഈ വർഷം മുതൽ പുതുതായി ഈ സ്കൂളിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷയിലൂടെ IAS, IPS പ്രതിഭകളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി സിവിൽ സർവീസ് ക്ലബ്, നിയമപഠനം ലക്ഷ്യമിടുന്നവർക്കായി ക്ലാറ്റ് ട്രെയിനിങ് എന്നിവയും ആരംഭിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും AJ ജോൺ സ്കൂൾ മുൻപന്തിയിലാണ്. സംസ്ഥാന സർക്കാർ 3 കോടി രൂപ മുടക്കി നിർമ്മിച്ച പുത്തൻ ബിൽഡിംഗിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിക്കുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ലാബുകൾ, 40ഓളം ലാപ്ടോപ്പുകൾ അടങ്ങിയ മാത്സ് ലാബ്, മനോഹരമായ ലൈബ്രറി, ടോയ്ലറ്റ്സ് എല്ലാം ഇവിടെ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രിൻസിപ്പൽ ശ്രീലത S.ന്റെ നേതൃത്വത്തിൽ 17 അധ്യാപകരും 2 ലാബ് അസിസ്റ്റന്റുമാരാണ് ഈ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഈ സ്കൂളിന്റെ എല്ലാവിധ മികവുകൾക്കും അടിസ്ഥാനമിടുന്നത് സ്കൂളിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന PTA ആണ്. 2023 ശ്രീ MS തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള PTA ബെസ്റ്റ് PTA അവാർഡ് നേടുകയുണ്ടായി. 2024 ശ്രീ അക്ബർ MAയുടെ നേതൃത്വത്തിലുള്ള PTA ഈ സ്കൂളിന്റെ സമഗ്ര വളർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കുന്നു. ഊഷ്മളമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധമാണ് AJ ജോണിനെ എന്നും വ്യത്യസ്തമാക്കുന്നത്. ഒരു വിദ്യാർത്ഥിനിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഭവന സന്ദർശനങ്ങൾ, PTA മീറ്റിംഗുകൾ എല്ലാം ഈ സ്കൂളിന്റെ മികവ് വളർത്താൻ സഹായിക്കുന്നു. പ്രിയ +1 കൂട്ടുകാരെ, തലയോലപ്പറമ്പ് AJ ജോൺ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. നാളത്തെ ഈ സ്കൂളിന്റെ പ്രതീക്ഷകളായി, അഭിമാന താരകങ്ങളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പുത്തൻ പ്രതീക്ഷകളുമായി എത്തിയിരിക്കുന്ന പ്രിയ കൂട്ടുകാർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം.